കൈവരിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാകാനുള്ള കുതിപ്പിലാണ് മലപ്പുറം. കേന്ദ്ര ഗവൺമെന്റ് പുറത്തുവിട്ട കണക്കുപ്രകാരം ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരതയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്ത് മുന്നേറുന്ന ജില്ലയാണ് മലപ്പുറം. പുതുവർഷത്തിൽ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ പദവി സ്വന്തമാക്കുന്ന ജില്ലയായി മലപ്പുറത്തെ പ്രഖ്യാപിക്കും. രാജ്യത്തെ ആദ്യ സാക്ഷരതാ ജില്ലയെന്ന ഖ്യാതി നേടിയ മലപ്പുറമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരതാ പദ്ധതിയിലും മുന്നേറുന്നത്. ഡിജി ധൻ അഭിയാൻ എന്ന പദ്ധതി പ്രകാരം ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരതാ സോഫ്റ്റ്വെയറുകളിലേക്ക് എൻറോൾ ചെയ്തവരുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് ഒന്നാമത് നിൽക്കുന്ന ജില്ലയാണ് മലപ്പുറം. ജില്ലയിൽ നിന്നും ഇതുവരെ 11,639 പേർ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന തൃശൂരിൽ ഇതുവരെ 1,815 രജിസ്ട്രേഷനുകൾ മാത്രമാണുള്ളത്. കേരള സ്റ്റേറ്റിൽ മാത്രമല്ല, ചിലപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ചെയ്ത ജില്ലയാണ്. ഇതുവരെ നമുക്ക് 10,000 കൂടുതൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ദിവസവും ഏകദേശം 500 and more registrations are going. കുടുംബശ്രീ അടക്കമുള്ള സന്നദ്ധ സംഘങ്ങളുടെ സഹകരണത്തോടെ അക്ഷയയാണ് ജില്ലയിൽ സാമ്പത്തിക സാക്ഷരതാ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മലപ്പുറത്ത് ഈ ഒരു വിജയം നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാരണം ഇത്തരം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത്രയും മലപ്പുറത്തിന് കുതിക്കാൻ സാധിച്ചത്. അതിന് എല്ലാ ഭാഗത്തു നിന്നുള്ള ജനങ്ങളുടെ അതുപോലെ ജനപ്രതിനിധികളുടെയും പിന്തുണ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിച്ചിട്ടുള്ളത്. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ 40 താമസക്കാർക്കും 10 വ്യാപാരികൾക്കും പരിശീലനം ലഭിച്ചാൽ ആ പഞ്ചായത്തിനെ ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരത നേടിയ പഞ്ചായത്തായി പ്രഖ്യാപിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. 94 പഞ്ചായത്തുകളും 12 നഗരസഭകളുമുള്ള മലപ്പുറത്ത് ഈ ലക്ഷ്യം കൈവരിക്കാൻ 4,060 പേർക്കാണ് പരിശീലനം നൽകേണ്ടത്. നിലവിൽ ഇതിലും ഇരട്ടി പേർക്ക് പരിശീലനം നൽകിക്കഴിഞ്ഞു. കേരളത്തിലെ കറൻസി രഹിത പദവി സ്വന്തമാക്കിയ ഭൂരിഭാഗം വില്ലേജുകളും മലപ്പുറം ജില്ലയിലാണ്. ഇതെല്ലാം മലപ്പുറത്തിന്റെ ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരതാ കുതിപ്പിന്റെ തെളിവാണ്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.